All sit down, sit down. ഇരിക്കേ. ഇല്ല, ഞാൻ കഴിച്ചു കഴിഞ്ഞത്. അതൊന്നും സാരമില്ല. ഒരു അവലൂസ് ഉണ്ട്, കഴിക്കും, പല്ലിന് ബലം കിട്ടും. ഇപ്പൊ കഴിഞ്ഞ ദിവസം പേരോട് ഉസ്താദ് ഈ യുക്തിവാദികൾക്ക് മറുപടി പറഞ്ഞ് കുടുങ്ങിയൊരു സംഭവമുണ്ട്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഇസ്ലാമികമായ പ്രാർത്ഥനകളിൽ അതില്ല എന്നാണ്. മുശ്രിക്കുകളും ബഹുദൈവ ആരാധകരും നശിച്ചു പോട്ടെ എന്നുള്ള പ്രാർത്ഥന ഇസ്ലാമിൽ ഇല്ല എന്ന് പേരോട് ഉസ്താദ് പറയുകയും പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്യേണ്ടി വന്നു. മനുഷ്യനെ നാട്ടിക്കാനായിട്ട് ജനിച്ചിരിക്കാണോ താൻ? അല്ലെങ്കിൽ തന്നെ നാട്ടിലിറങ്ങി നടക്കാൻ പറയുകയും പിന്നീട് അദ്ദേഹം അത് തിരുത്തുകയും ചെയ്യേണ്ടി വന്നു. ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നിന്നെ സമ്മതിക്കണം. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? എന്തൊക്കെയായാലും നമ്മൾ ഒരേ വർഗമല്ലേ? കണ്ടോ അണ്ണന്റെ ഒരു വർഗബോധം. കള്ളൻ. ഇസ്ലാം മുസ്ലിമീൻ, അതായത് നമ്മൾ എപ്പോഴും ഒരു വിഭാഗത്തിന്റെ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരുടെയും നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. ഞങ്ങളുടെ ഞാൻ എത്രയോ കാലം പറഞ്ഞു, ഞങ്ങൾക്ക് അല്ലാഹു അയ്യിസുൽ ഇസ്ലാം വൽ മുസ്ലിമീൻ എന്നേ പറയാറുള്ളൂ. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ? അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. ഇനി വല്ലപ്പോഴും അബദ്ധത്തിലോ മറ്റോ അത് വന്നു പോയാ മാര വല്ലപ്പോഴും അബദ്ധത്തിലോ മറ്റോ അത് വന്നു പോയാ മാര തെറ്റാണ്, ഇസ്ലാമിൽ പുറത്തുനിന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഓരോ മര്യാദകളുണ്ടല്ലോ, പ്രത്യേകിച്ച് ഈ രാജ്യം നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ മതേതരത്തിന്റെ രാജ്യമാണ്. രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. നമ്മൾ ഒരാളെ പ്രകോപിപ്പിക്കുന്ന ഒരു സംസാരം നമ്മളിൽ നിന്ന് ഉണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെ വിശ്വസിക്കുവോ? പിന്നെ വിശ്വസിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഭാഗം വേണ്ടാന്നാണ് ഞങ്ങളത് പലപ്പോഴും എന്താക്കല് ചൈന ഭാഷ പറയുന്നോടാ. രാജ്യവും രാജ്യത്തിന്റെ മതവിശ്വാസികളും എല്ലാവരും മനസ്സിലാക്കി പലപ്പോഴും അത് തെറ്റിദ്ധരിക്കാൻ സാധ്യത ഉണ്ട്. ഇവിടെ മുഴുവൻ തീവ്രവാദികളുടെ കുഞ്ഞുങ്ങളാണെന്നാ തോന്നുന്നത്. പക്ഷെ കാന്തപുരം ഉസ്താദിന്റെ പ്രാർത്ഥനകളിൽ പോലും അത് ഉണ്ടെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഏത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദിനം പ്രതി 100 തവണ പ്രാർത്ഥന പ്രാർത്ഥിക്കും. ഏതായാലും നമ്മളെ ശാപപ്രാർത്ഥന നന്നായിട്ട് കൊണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതായത് അത് വലിയ ചർച്ചയായിരിക്കാണ്. ഏതായാലും നമ്മുടെ ജാതിക്കാർക്ക് വലിയ നാണക്കേടായി പോയി. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുവാ. നമ്മൾ നടത്തുന്ന വിമർശനങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ചേരേണ്ടവർ ചേർന്നാൽ നടക്കേണ്ടത് നടക്കും. ഐക്യമത്യം മഹാബലം. കറക്റ്റ്. ഇത് തന്നെ സമ്മതിക്കുകയാണ്. ഒരു ജനാധിപത്യ ഒരു മതേതര സമൂഹത്തിൽ പ്രാർത്ഥിക്കാൻ കൊള്ളുന്ന ഒരു സാധനമല്ല ഇത്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. അറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും താൻ രക്ഷ എഴുതി കെട്ടിച്ചോ, തനിക്കാണ്ട് വലിയ കുഴപ്പം തുടങ്ങുക. വരുന്ന ഒരു പശ്ചാത്തലം കൂടി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇതിനൊക്കെ ഒരുവിധം നമ്മളിങ്ങനെ പറഞ്ഞപ്പോൾ ഒരുവിധം വെളുപ്പിച്ച് ഇത് അതല്ല ഉദ്ദേശം, ഇതിന്റെ അർത്ഥം വേറെയാണെന്നൊക്കെ പറഞ്ഞ ചില കുട്ടി ഉസ്താദുമാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ്. കഴുത്തി ബെൽറ്റ് ഇട്ട പട്ടിയാണോ? അല്ല, അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി. ഇതുപോലുള്ള മൂത്ത ഉസ്താദുമാർ പറഞ്ഞു അത് അബദ്ധത്തിൽ ആരെങ്കിലൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചു പോയി അതൊക്കെ ഇത്ര വലിയ ഇഷ്യൂ ആക്കണമെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. മുസ്ലിങ്ങളുടെ ഒരു ഉന്നമനം ഉണ്ടാകണം എന്ന് പറയുന്നത് ഓക്കെ, അത് അല്ലെങ്കിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന്റെ അടുത്ത നാളെ കുഴപ്പം വാദിൽ ഷിർക്കവൽ മുഷ്രിക്കീൻ എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. മുശ്രിക്കുകളായിട്ടുള്ള കാഫറുകളെയൊക്കെ നശിപ്പിക്കണേ എന്നുള്ള ഒരു അവരെ നിന്ദ്യരാക്കണേ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ പ്രാർത്ഥിക്കണില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അത് നമ്മളിപ്പോൾ നിർത്തി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു. കുറച്ച് പേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല. അതേപോലെ ഇനിയിപ്പോൾ അതിന്റെ ബാക്കിയുണ്ട് വദമ്മിർ ദീൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമുണ്ട്. അതൊക്കെ എന്തിനാ ഇവിടെ പറയുന്നേ? അതായത് മതത്തിന്റെ ശത്രുക്കളായിട്ടുള്ള ആളുകളൊക്കെ നശിപ്പിക്കണേ എന്ന് പറയുന്ന സാധനങ്ങൾ വേറെ ഉണ്ട്. പിന്നെ ഞങ്ങള് പണ്ടേ സ്ഥാനികളാ. ഈ സാധനം ഉസ്താദ് ഇപ്പൊ സമ്മതിച്ചു, ഇതത്ര ശരിയല്ല. ഒരു മതേതര സമൂഹത്തിൽ ഇങ്ങനെ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ ഇതുപോലെ തെറ്റിദ്ധരിക്കാൻ ഇടയുള്ള തരത്തിലുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഉസ്താദ് തന്നെ സമ്മതിച്ചു. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദരജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ഇനി ഇവിടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പള്ളികളിൽ പോകുമ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെയുള്ള ഉസ്താദിനോട് നിങ്ങൾ പറയാം, എൻ്റെ പൊന്നുസ്താദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയാണോ എന്ന് നിങ്ങൾ ചോദിക്കുക.
അതെ വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്ക. പറ്റുമെങ്കിൽ ആ പ്രാർത്ഥന നിങ്ങൾ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾ അത് പ്രചരിപ്പിക്കുക. അതെ, അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ. അപ്പൊ ഈ ഉസ്താദ് വലിയ കൂടിയ മുതലാളിയായ ഉസ്താദിന് തള്ളാമെങ്കിൽ നിങ്ങൾക്കും തള്ളാമല്ലോ. ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ലോകം തന്നെ നന്നായി. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? അതെ, ഞാൻ പോകുന്നു. പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ നിക്കാൻ നേരമില്ല.